പ്രതിപക്ഷം പൂർണ്ണമായും വിഭജിക്കപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനം അവിശ്വസനീയമാം വിധം മികച്ചത്. കെ.സി. വേണുഗോപാൽ പെരുമാറുന്നത് ഗുണ്ടയെ പോലെ. വി.ഡി. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താൻ നിർദ്ദേശിക്കില്ല. നരേന്ദ്രമോദിയുടെ മന്ത്രിയാകാനാണ് ശശി തരൂരിന്റെ ശ്രമം. ഇതെല്ലാം പറയുന്നത് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ നേതാവുമായ മണിശങ്കർ അയ്യറാണ്. ഭരണമാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്ന കോൺഗ്രസിനെ വെട്ടിലാക്കുന്നുണ്ടോ മണിശങ്കർ അയ്യർ? ചോദ്യം അതുതന്നെയാണ്. മൂന്നാമത് പിണറായി സർക്കാർ എന്ന മണിശങ്കർ അയ്യരുടെ പ്രതികരണം കോൺഗ്രസിനെ വെട്ടിലാക്കിയോ എന്നുള്ളതാണ്. അനിൽ ജോർജ് കൊച്ചിയിലുള്ള കുറച്ച് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ആളുകൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത് എന്ന് നോക്കി വരാം. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിയ സാഹചര്യം. കോൺഗ്രസ് UDF ശക്തിയുക്തം നിലവിലെ സർക്കാരിനെതിരെ പ്രതികരിക്കുകയും ആഞ്ഞടിക്കാനുള്ള വഴികൾ തേടുകയും ചെയ്യുന്നു. അപ്പോഴാണ് മണിശങ്കർ അയ്യരെ പോലെയുള്ള ദേശീയ തലത്തിൽ വളരെ ശ്രദ്ധേയനായ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവ് പിണറായി സർക്കാരിനെ പുകഴ്ത്തുകയും സർക്കാരിൻ്റെ തുടർ ഭരണം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. ഇത് കോൺഗ്രസിന് തിരിച്ചടിയാകുമോ ഇല്ലയോ? ആളുകൾ എങ്ങനെ ഈ പ്രസ്താവനയെ നോക്കിക്കാണുന്നു ഒന്ന് പരിശോധിക്കാം. പിണറായി സർക്കാർ മികച്ച സർക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാവുമെന്ന് കരുതുന്നുണ്ടോ? തിരിച്ചടി തന്നെ, കോൺഗ്രസിനെ തിരിച്ചടി തന്നെ. കോൺഗ്രസ് അല്ല, കമ്മ്യൂണിസ്റ്റ് തന്നെ, ഇയാൾ തന്നെ, പിണറായി തന്നെ ഇനിയും ഭരിക്കും. ഒരു തിരിച്ചടി ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ മടുത്ത്. ഞാനൊരു പാർട്ടിക്കാരനാണ്, പക്ഷേ ഞാനൊരു ടാക്സി ഡ്രൈവറാണ്. എല്ലാ രീതിയിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ ജനങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഈ വികസനം എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പാഴ്വാക്കല്ല കാണിച്ചത്, ചെയ്ത് കാണിച്ചത്. നമ്മുടെ ജനറൽ ഹോസ്പിറ്റലൊക്കെ നമ്മൾ ചെന്നാൽ നമ്മുടെ പഴയ മോർച്ചറി ഇതിൽ വെട്ടിക്കീറുന്ന സ്വരം ഇപ്പുറത്തിരിക്കുന്നവർക്ക് കേൾക്കാമായിരുന്നു. ഇപ്പം അവിടെ എന്താ എന്നുള്ളത് ഈ അടുത്ത ദിവസം ഞാൻ പോയി കണ്ടതാണ്, കണ്ടനുഭവിച്ചാണ്. അനുഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഗവൺമെൻറ് തന്നെ തുടരണം. അല്ല, മണിശങ്കറുടെ അഭിപ്രായം കോൺഗ്രസിന് തിരിച്ചടി തന്നെയാണ്. കാരണം അദ്ദേഹം വസ്തുതകൾ നിരത്തിക്കൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ പല രംഗങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അദ്ദേഹത്തിന് അറിയാം. ആ അറിവ് വെച്ചാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുള്ളത്. അത് 100% ശരി തന്നെയാണത്. കോൺഗ്രസിന് തിരിച്ചടിയാൻ സാധ്യത കുറവാണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ 2 പ്രാവശ്യത്തെ ഭരണം കൊണ്ടിട്ട് ആളുകളെല്ലാം ഒരു പ്രത്യേക ഇതിലാണ് നിൽക്കുന്നത്. കാരണം ചിലപ്പോൾ അടുത്ത ഭരണമാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും ആവില്ല, തിരിച്ചടിയാവില്ല. കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും. പിണറായി സർക്കാരിനുള്ള ജനങ്ങളുടെ എതിർപ്പുണ്ടല്ലോ, അതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് അധികാരത്തിൽ വരും. പ്രതികരണം തേടുന്നവരിൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും മണിശങ്കർ അയ്യർ ആര് എന്ന് അറിവില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ പലരും പറയുന്നത് സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ തങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരാളുടെയും സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ നേരിട്ട് കാണുന്ന കാര്യങ്ങളല്ലേ എന്ന് ചോദിക്കുന്നു. മറ്റ് ചിലരാകട്ടെ ഭരണവിരുദ്ധ വികാരം ഉണ്ടേ എന്ന് ഉറപ്പിക്കാൻ മണിശങ്കർ അയ്യർ ആവശ്യമില്ല, മണിശങ്കർ അയ്യറുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ട്, ഭരണ നേട്ടങ്ങൾ ഞങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്ന അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. മണിശങ്കർ അയ്യറിൻ്റെ അഭിപ്രായം കോൺഗ്രസിന് തിരിച്ചടിയാകുമോ എന്ന് ചോദിച്ചാൽ മണിശങ്കർ അയ്യറുടെ അഭിപ്രായത്തേക്കാൾ സംസ്ഥാനത്തെ നിലവിലുള്ള സാഹചര്യം മനസ്സിലാക്കുന്ന ആളുകൾ അവരുടെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കും എന്നാണ് പറയേണ്ടി വരിക. ക്യാമറാമാൻ അഫ്സലിനൊപ്പം അനിൽ ജോർജ്, ന്യൂസ് മലയാളം, കൊച്ചി. അതെ, അനിൽ ജോർജ് പറഞ്ഞതുപോലെ മണിശങ്കർ അയ്യർ ആരാണ് എന്നുള്ളത് കേരളത്തിലുള്ള ആളുകൾക്ക് അത്ര പരിചയമുണ്ടാകില്ല. എങ്കിൽ പോലും മണിശങ്കർ അയ്യർ പറഞ്ഞ കാര്യം അത് കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ ചർച്ചയാണ് എന്നുള്ളതാണ്. മൂന്നാമതും പിണറായി സർക്കാർ വരുമോ അതോ ഭരണമാറ്റം ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാ മുക്കിലും മൂലയിലും ആളുകൾ കൂടുതലായി ചർച്ച ചെയ്യുന്നത്.